ஸ்டார்ட் பண்ணி 1964 டிசம்பர் 23 செவ்வாய்க்கிழமை ராத்திரி 17 ஸ்டார்ட் பண்ணி 12 முடிச்சு 1 ஹவரில் 240 கிலோமீட்டர் ஸ்பீட் அடிச்சு சைக்கிள் ஒன்று கொடுங்காட்டு இந்த 2000 പേർ വെള്ളത്തിൽ പോയിട്ടാണ് 300 സ്റ്റുഡൻസ് വന്ന ട്രെയിനെ വെള്ളത്തിൽ വിളിക്കുക അത് തപ്പിട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ യാത്ര രാമേശ്വരം ധനുഷ്കോടിയിലോട്ടാണ്. മറയൂരിൽ നിന്ന് ആനവണ്ടിയിൽ കാഴ്ചകളൊക്കെ കണ്ട് ഉദുമൽപേട്ട എത്തി. അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് നിന്നാണ് രാമേശ്വരത്തോട്ടുള്ള നമ്മുടെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാന്ധിപുരത്തുള്ള അന്നപൂർണ ഹോട്ടലിൽ നിന്ന് മസാല ദോശയും നെയ്റോസ്റ്റും കഴിച്ച് ബസ്സിനായി കാത്തിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് രാമേശ്വരത്തോട്ട് 550 രൂപയാണ് ബസ്സിൻ്റെ ചാർജ് വന്നത്. അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത ബസ് വന്നു. രാവിലെ ഒരു 7 മണി ആയപ്പോൾ തന്നെ പാമ്പനും കടന്ന് നമ്മൾ രാമേശ്വരത്തെത്തി. രാമേശ്വരം ബസ് സ്റ്റാൻഡിനോട് 100 മീറ്റർ അപ്പുറയാണ് നമ്മൾ റൂം എടുത്തത്. ബസ്സിന് രാമേശ്വരത്തോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് തന്നെ റൂം എടുക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യം നല്ല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അവിടെയാണുള്ളത്. മാത്രവുമല്ല അവിടെ നിന്ന് തന്നെ പാമ്പൻ ബ്രിഡ്ജിലോട്ടും APJ അബ്ദുൽ കലാം മ്യൂസിയത്തോട്ടും രാമേശ്വരം ടെമ്പിളിലോട്ടും ബസ് സർവീസ് ഉണ്ട്. ബസ്സിലോ സ്വന്തം വാഹനത്തിലോ വരുന്നവർക്ക് ആദ്യം കാണുന്ന സ്ഥലമാണ് പാമ്പൻ ബ്രിഡ്ജ്. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ കടൽപ്പാലങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ തന്നെ കടലിന് മുകളിലൂടെ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാലം എന്ന പ്രത്യേകതയും പാമ്പൻ പാലത്തിനുണ്ട്. 1964 രാമേശ്വരത്തെ തകർത്ത ശക്തമായ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും സർവീസ് ആരംഭിച്ചു. അതേ ചുഴലിക്കാറ്റിലാണ് ധനുഷ്കോടി പട്ടണം പൂർണ്ണമായും നശിച്ചത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം കൂടിയാണ്. പാലത്തിൻ്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയർത്താൻ കഴിയുന്നതിനാൽ വലിയ കപ്പലുകൾക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ രാമനാഥസ്വാമി ക്ഷേത്രത്തിലാണ്. ശ്രീരാമൻ ശിവനെ ആരാധിച്ച പുണ്യഭൂമിയാണിത്. ലോകപ്രശസ്തമായ നീളൻ ഇടനാഴികളും 22 തീർത്ഥ കിണറുകളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളാണ്. എന്നാൽ ക്ഷേത്രത്തിനകത്തോട്ട് ക്യാമറ കൊണ്ടുപോകാനുള്ള അനുവാദമില്ല. രാമേശ്വരം ക്ഷേത്രത്തിനടുത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് ബസ് സർവീസ് ഉണ്ട്. ബസ് സർവീസ് സമയത്തിനില്ലാത്തതിനെ കൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് ധനുഷ്കോടിയിലോട്ട് പോയത്. ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരണം, അതുമല്ലെങ്കിൽ ഇതുപോലത്തെ ഷെയർ ഓട്ടോ വിളിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പണ്ടത്തെ പോസ്റ്റ് ഓഫീസ് ടെലിഫോൺ ഓഫീസ് 2 പുളവ് മണ്ണുകടിയിൽ താണ്ട് அந்த ரவுண்டாக உണ്ടല്ലോ സിമെൻ്റ് സെൻറ്ററിൽ അത് സിമെൻ്റ് വയ്ക്കുന്ന ഗുഡൗണ് ഒരു കുതിരമരം ഉണ്ടല്ലേ അത് പണ്ടത്തെ പണായിരം അമ്പലം ലാസ്റ്റിൽ പൊളിച്ചു പണ പിടിക്കില്ലേ അത് മെഡിക്കൽ കോളേജ് ഇവിടെ മണ്ണ് പോട്ട് മൂടി പൊളിച്ചു പണിത് ചർച്ച് 14 സ്കൂൾ ഇത് സ്കൂൾ ടോയ്ലറ്റ് ഇത് 1942 ഉണ്ടാകുന്ന ചർച്ച് പൗളപ്പുള്ള ഉണ്ടാകുന്ന ചർച്ച് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കണ്ടില്ലേ അത് പണ്ടത്തെ ഹാസ്പിറ്റൽ ഒരു സൈഡിൽ റോട്ടുக்கு அப்புறம் பண்டத்து லட்சம் வெள்ளட்டாங்க தனுஷ்கோடி இது என்ட்ரன்ஸ் அது இன்னும் 3 ரகம் சுற்றி வெள்ளத்தில் போய் பஸ் ஸ்டாண்டு மார்க்கெட்டு பொதுமக்கள் மசூதி கோல்ட் ஸ்டாப்லாம் இது இந்த ஊரை உண்டாக்குறது இந்தியா கிடையாது பிரிட்டிஷ்காரன் 1914 அவன் வச்ச பேர் வந்து மினி சிங்கப்பூர் 21 வில்லேஜ் கொண்ட சிட்டி இது அப்போ ராமேஸ்வரம் டெவலப்பில் சிங்கிள் டெம்பிள் 10 பிரமிட்ஸ் மற்றெல்லாம் முள்ளுக்காடு ஏன் மினி சிங்கப்பூர்னா சிங்கப்பூர் மலேசியா ஸ்ரீலங்கா அந்த பொருளை கொண்டு இறக்கி மார்க்கெட்டு மாதிரி சொல்லி வர்த்தக துறைமுகம் இது அப்போ 2 ரெயின் சென்னை எக்குமோலேருந்து ஒரு ரெயின் கேரளா எர்ணாகுளத்துலேருந்து ஒரு ரெயின் போட்டு மெயின் தான் ரெயின் டிக்கெட் 80 ரூபா டிக்கெட் தான் ஸ்ரீலங்கா போகிறது ரெயின் ஷிப் அப்படி ஷிப்லேருந்து ஸ்ரீலங்கா போகிறது கேரளாலேருந்து கிராம்பில் கஷ்டப்பட்டு ஸ்ரீலங்கா டீ தேயிலை எக்ஸ்போர்ட் 1914 ஒரு ரெயின் விட்டு இறங்கி இது இந்தியன் ஓஷன் இது பே பெங்கால் இந்த பீச்சை கண்டா குதிரை வண்டி பிடிச்சி போனால் தான் பீச்சை காண முடியும். 1914 பிரிட்டிஷ் போன பின்னாடி இந்தியா வச்ச பேர் தான் தனுஷ்கோடி வில்லி தனுஷ் லாஸ்ட் பாயிண்ட் கோடி தனுஷ்கோடி இது பேர். 1914 ஸ்டார்ட் பண்ணி 1964 டிசம்பர் 23 செவ்வாய்க்கிழமை ராத்திரி 17 ஸ்டார்ட் பண்ணி 12 முடிச்சு 1 ஹவரில் 240 கிலோமீட்டர் ஸ்பீட் அடிச்சு சைக்கிள் ஒன்று கொடுங்காட்டு இல்லை 2000 பேர் வெள்ளத்தில் போயிட்டாங்க. 300 ஸ்டூடெண்ட்ஸ் வந்த ട്രെയിനെ വെള്ളത്തിൽ വിളിക്കുക അതിൽ തപ്പിച്ചവங்க 35 ആൾക്കാർ. പാമ്പനുള്ള ട്രെയിൻ അതില്ല ഇവിടെ தான் ട്രെയിൻ സെൻട്രലിൽ പോയി ഇവിടെ വരുമ്പോൾ ഒരു ചർച്ച് കണ്ടില്ല പുതിയ ചർച്ച് ഉണ്ട് അത് വലിയ ചർച്ച് കടലിലും വിളിക്കും ഇപ്പോൾ நினைச்சும் கட்டுவாங்க ട്രെയിൻ സിഗ്നലും ഉണ്ട് അങ്ങനെ ട്രെയിൻ സിഗ്നൽ കണ്ടിട്ട് വെള്ളം ஏ பெங்கால் உடஞ்சிங்கிட்டு பாஸ் ஆன பஸ் ட்ரெயின் அடிச்சு போய் கொண்டு போய் பாம்பன் பிரிட்ஜ் சென்டர் தீவு கொண்டு இல்லை தீவில் ஸ்கூல் கூட்டலாம் செத்து ஒதுங்கி இப்போ நம்ம இது அழிஞ்சப்பறம் தான் லைனை மாற்றி ராமேஸ்வரம் டெவலப்பு இது அழிஞ்சப்பறம் தான் தூத்துக்குடி ஆர்பார் இது அழியாமல் இருந்தால் சென்னை நேமே கிடையாது.
1964 ചുഴലിക്കാറ്റിൻ്റെ വിവരങ്ങളാണ് ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. 1 മണിക്കൂർ കൊണ്ട് ധനുഷ്കോടി പട്ടണം പൂർണ്ണമായും ഇല്ലാണ്ടായി. അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, പോസ്റ്റ് ഓഫീസ് എല്ലാം പൂർണ്ണമായും നശിച്ചു. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രവും ബേ ഓഫ് ബംഗാളും സംഗമിക്കുന്ന മനോഹരമായ കാഴ്ച ധനുഷ്കോടിയിൽ നിന്ന് കാണാൻ പറ്റും. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷനും ഒന്നും ജോയിൻ്റ് ആകും. അവിടുത്തെ സേതു വന്നിട്ട് സ്റ്റാർട്ടിങ് 5 മിനിറ്റ് വെള്ളത്തിടയിൽ താണ്ടി പിടിച്ചു. ധനുഷ്കോടിയിലെ ആകാശത്തിന് വേറൊരു ഭംഗി തന്നെയാണ്. ഇതാണ് ധനുഷ്കോടിക്കടുത്തുള്ള കൊത്തൻ ധർമ്മസ്വാമി ടെമ്പിൾ. രാമായണ ചരിത്രപ്രകാരം രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ രാവണനെ വിട്ട് ശ്രീരാമൻ്റെ അഭയം തേടിയ സ്ഥലം ഇതാണെന്നാണ് പരമ്പരാഗത വിശ്വാസം. ശ്രീരാമൻ അദ്ദേഹത്തെ സ്വീകരിച്ചതും ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള മീൻ ഫ്രൈ കടകൾ ധാരാളം കാണാൻ പറ്റും. കടലിൽ നിന്ന് പിടിച്ചെടുത്ത ഫ്രഷ് മീനുകളാണെല്ലാം. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെയുള്ള ധാരാളം കടകൾ കാണാൻ സാധിക്കും. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറ്റൊരു വശത്ത് ബേ ഓഫ് ബംഗാളുമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായ തിരമാലകളും എന്നാൽ ബേ ഓഫ് ബംഗാളിൽ ശാന്തമായിട്ടുമാണ് കാണപ്പെട്ടത്. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് ബോട്ട് സർവീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 4 മണിക്കൂർ കൊണ്ട് ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിൽ എത്താമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവും ബേ ഓഫ് ബംഗാളും സംഗമിക്കുന്ന മനോഹരമായ കാഴ്ച ധനുഷ്കോടിയിൽ നിന്ന് കാണാൻ പറ്റും. ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണാൻ കഴിഞ്ഞ മനോഹരമായ ബീച്ചാണിത്. നാട്ടിലാണെങ്കിൽ ഇതെല്ലാം സേവ് ദ ഡേറ്റിൻ്റെ ലൊക്കേഷനായി മാറിയേനെ. രാമേശ്വരം ധനുഷ്കോടി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സ്വന്തം വാഹനത്തിൽ വരുന്നതാണ് ഉചിതം. കഴിഞ്ഞ 1 വർഷമായിട്ട് അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ മാർഗം വരുന്നവർക്ക് ഇതുപോലെ പാമ്പൻ ബ്രിഡ്ജും കടന്നു വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പാമ്പൻ ബ്രിഡ്ജും APJ അബ്ദുൽ കലാം നാഷണൽ മ്യൂസിയവും രാമേശ്വരം ടെമ്പിളും ധനുഷ്കോടിയും അടങ്ങുന്ന ഈ ഒരു യാത്ര 1 ടൈം എക്സ്പീരിയൻസിനുള്ളതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.